ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീഷ് ചുണ്ട അനുസ്മരണവും സ്വാന്തനം ഫണ്ട് വിതരണവും നടന്നു. ചുണ്ടയിൽ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. എ.കെ.പി.എ. ജില്ലാ പ്രസിഡന്റ് എസ്. ഷിബുരാജ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എഫ്. അലക്സാണ്ടർ, പഞ്ചായത്ത് അംഗം സജിനി മോഹനൻ, സുനിൽ വടക്കുംപാട്, ഉണ്ണി കൂവോട്, പി. രാമചന്ദ്രൻ, മനോജ് വടക്കൻ, രാജു ചുണ്ട, രാജേഷ് കരേള, കൃഷ്ണദാസ് മാധവി, സജി ചുണ്ട എന്നിവർ സംസാരിച്ചു. സഹപ്രവർത്തകരും പ്രതീഷിനെ അടുത്തറിയുന്ന നാട്ടുകാരുമെല്ലാം അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു കൂടിച്ചേരലാണിത്. ഈ ചുണ്ടയിൽ എങ്ങനെയാണ് പ്രതീഷ് നിറഞ്ഞൊഴുകി നിന്നിരുന്നത് എന്ന് ഈ സദസ്സിലുള്ള ഈ നാട്ടുകാരോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ് എന്ന് കരുതുന്നില്ല. വളരെ ഒരർത്ഥത്തിൽ മലയാളികളെ സംബന്ധിച്ചൊരു ചെറിയ പ്രായമാണ് പ്രതീഷ് വിടവാങ്ങിയിട്ടുള്ള ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. അവിചാരിതമായിട്ടുള്ളതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വേർപാടാണ് പ്രതീഷിൻ്റെ വേർപാട്. പ്രതീഷ് നമ്മളോട് വിട പറഞ്ഞു പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ വീട്ടിൽ ചെല്ലാൻ കഴിഞ്ഞത്. സ്ഥലത്തില്ലാത്തതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ണീരൊഴിയാത്ത മനസ്സോടെയും മുഖത്തോടെയുമാണ് അമ്മയും സഹോദരിയും അവരുടെ മകളുമെല്ലാം വീട്ടിൽ കഴിഞ്ഞു വന്നിരുന്നത് എന്ന് ഒരു ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള ഒരനുഭവമായി ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം. പ്രതീഷ് ഏതൊക്കെ നിലയിൽ ഈ നാടിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമായിരുന്നു എന്ന് ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു കാര്യമാണോ എന്ന് പലരും ആലോചിച്ചു പോകും. ഏതൊക്കെയോ രംഗങ്ങളിൽ ഈ നാടിൻ്റെ ഭാഗമായി അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടിയിരുന്ന പൊതു അംഗീകാരമുള്ള ഒരാളായിരുന്നു പ്രതീഷ്. ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും സ്വയം ഏറ്റെടുത്ത് അത് ശിരസ വഹിച്ച് ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ സേവനപരമായിട്ടുള്ള രംഗങ്ങളിൽ, സാമൂഹികമായിട്ടുള്ള മേഖലകളിൽ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളുടെ നേതൃത്വവും സജീവ പ്രവർത്തകനുമായി ഇഴുകിച്ചേർന്ന് നിന്ന് മറ്റൊരു പ്രതിഫലവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം ആഗ്രഹിക്കാതെ നാടിൻ്റെ പൊതുവായിട്ടുള്ള നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കലാസാംസ്കാരിക രംഗത്ത് രാജമാഷ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഒറ്റയാനായി എന്ന് വേണം പറയാം. ആ നിലക്ക് നേതൃത്വം ഏറ്റെടുത്ത് ഇമ എന്ന പേരിലൊരു നാടകവേദി തന്നെ ചെറുപുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചു വന്നിരുന്നു. ശ്രദ്ധേയമായിട്ടുള്ള സംരംഭങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നാട്ടിൽ നടന്നിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പ്രതീഷിൻ്റെ ഉപജീവനത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, വലിയ വെല്ലുവിളികൾ ഈ രംഗം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയകാലത്തൊരു ഫോട്ടോഗ്രാഫർക്ക് ഇന്ന് ആ ശീലം വെച്ചുകൊണ്ട് ഈ പ്രൊഫഷനിൽ തുടരാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് എന്ന് ഞാൻ പറയാതെ തന്നെ നാട്ടിലെല്ലാവർക്കും അറിയാം.
ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എത്രമാത്രം സ്വീകരിക്കാൻ സന്നദ്ധമാകുന്നുണ്ടോ, ഏതൊക്കെ നിലയിലുള്ള പുതിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുന്നുണ്ടോ, അവർക്ക് മാത്രമേ ഈ രംഗത്ത് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പല നിലയിലുമുള്ള വെല്ലുവിളികളാണ്. ആ വെല്ലുവിളികളിൽ അതിസാഹസികമായിട്ടുള്ള വെല്ലുവിളികൾ പോലും ഏറ്റെടുക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ കല്യാണം നടക്കുമ്പോൾ കല്യാണത്തിൻ്റെ ദിവസമുള്ളൊരു ഫോട്ടോ ആണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ തുടങ്ങി പിന്നെ അത് കളർ ഫോട്ടോയിലേക്ക് മാറി. കൊല്ലംപറമ്പിൽ ബോർവെൽസ്, ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്. കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം. കേരള സർക്കാർ അംഗീകൃത ഏജൻസി.